എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അയ്യപ്പ ഭക്തിഗാനങ്ങൾ പാടി ജീവിക്കുന്ന ഒരു ഇസ്ലാം ഫാമിലിയെ കുറിച്ചിട്ടുള്ളത്. ശരിക്കും ആ ഒരു വീഡിയോ ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ആ ഒരു പാട്ടുകളാണ് കാണാനായിട്ടുള്ളത്. ശരിക്കും ഇതിന് മുമ്പ് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ആ ഫാമിലിയിലുള്ളത് ആ ഒരു ഉമ്മയും ഉപ്പയും മകളും കൂടി ചേർന്നിട്ട് പാടുന്ന ആ പാട്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ ഏറെ അടിപൊളിയായിട്ട് പാടിയത് അവരുടെ ഒരു ഉപ്പപ്പായും കൂടി ഉണ്ട് കേട്ടോ. ഇവരുടെ ഫാമിലി പെടുന്നതാണ്. ഇവർ 4 പേരും അതിമനോഹരമായിട്ടാണ് ഈ ഒരു പാട്ട് പാടുന്നത്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അവരെന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം ഈ ഒരു പാട്ടിലൂടെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ പാടുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഒരു പാട്ട് കണ്ടിട്ട് വരാം. ശരിക്കും സംഗീതത്തിന് ജാതിയും മതവും ഒന്നുമില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഹിന്ദു ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള ആള് നമ്മുടെ യേശുദാസ് സാർ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. ശരിക്കും അദ്ദേഹം ഓരോ പാട്ടുകളും പാടുമ്പോൾ നമ്മൾ ആ ഒരു പാട്ടിൽ ഇഴുകി ചേർന്ന് അലിഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവരുടെ ഈ ഒരു പാട്ട് കേട്ടപ്പോഴത്തേക്ക് ശരിക്കും അവരുടെ ആ ഒരു മുഖത്തെ ആ ഒരു പ്രസരിപ്പും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരെ ആ ഒരു വളരെ ആസ്വദിച്ചാണ് ഇവർ പാടുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഓരോ വ്യക്തികൾക്കും ശരിക്കും കരളിൽ കുളിർമഴ പെയ്യുന്ന രീതിയിലുള്ളതാണ്. എന്തായാലും നമുക്ക് അവരുടെ ഒരു പാട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതുപോലെയുള്ള വീഡിയോകൾ ഇടുമ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ട്, എല്ലാവരും അല്ല, ഒരു 2-3 കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വന്നിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നീ സംഗിണിയല്ലേ, നീ സംഘപരിവാറിലുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കമൻ്റ് ഇടുന്ന ഊളകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ വന്നിട്ട് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അല്ല എന്ന് പറഞ്ഞ് പേടിച്ച് മാളത്തിലിരിക്കുന്ന ഒരാളല്ല ഞാൻ. അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഊള ചോദ്യമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വരണ്ട. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എൻ്റെ വീഡിയോ കാണാനായിട്ട്. അതായത് എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ 1.5 വർഷമാവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ഇപ്പോൾ 47,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ അവർക്കറിയാം ഞാൻ ഏത് തരത്തിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. ഞാൻ ഒരു സംഗിണിയാണോ കൊങ്കിണിയാണോ, ഇനി ഞാൻ സംഗിണിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ സംഗിണിയാണെങ്കിൽ? അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ സബ്സ്ക്രൈബർ 47,000-ൽ പരം ഉണ്ടെങ്കിൽ അതിൽ ഒരു 1000 ഹിന്ദുക്കളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? അനുസ്പ്രയുടെ പരസ്യം പോലെ മഷിയിട്ട് നോക്കിയാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ സംഗിണിയാണ് എന്ന് പറയുമ്പോൾ അതേ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ വർഗീയതയൊക്കെ വച്ചിരിക്കുന്ന കൂട്ടരാണ് സംഗിണി, നിങ്ങളതാണ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ, ഇത്രയും ഒരു വർഗീയതയും കൂടാതെ ഒരു രാഷ്ട്രീയവും നോക്കാതെ വീഡിയോ ചെയ്യുന്ന എന്നെ സംഗിണിയാക്കാനായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. അപ്പോൾ സംഗിണികളും വളരെ നല്ല ക്യാരക്ടറിന് ഉടമയാണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നീ നല്ല ക്യാരക്ടറിന് ഉടമയാണോ എന്ന്? അതെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ല എന്ന് പറയാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ഊള ക്വസ്റ്റ്യനുകളായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. അപ്പോൾ ഞാനാണെങ്കിൽ ആരെങ്കിലും അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അല്ല, ഞാൻ അങ്ങനെയേ അല്ല എന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, വേറൊരാൾ വന്നിട്ട് ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ, അതാരാണ് എന്ന് അതിൻ്റെ ആ ഒരു പേര്, ആ ഒരു കമൻറ്റിൻ്റെ പേര് എന്ന് വെച്ചാൽ കറക്റ്റ് പേരിട്ടിട്ടില്ല അവർ. അപ്പോൾ ആ കമൻ്റ് ഇട്ട ആളിൻ്റെ കറക്റ്റുള്ള പേര് അതിലില്ല. അപ്പോൾ ആ ആൾ ചോദിച്ചതെന്ന് വെച്ചാൽ, ജസ്ന സലിമിൻ്റെ വേറൊരു ടൈപ്പ് എന്ന്. ഈ പറഞ്ഞ മനുഷ്യന് ഞാൻ നല്ലൊരു നമസ്കാരം കൊടുക്കുകയാണ്. അത് എന്ത് നമസ്കാരമാണെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തോളൂ. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനും ആ ഒരു സ്ത്രീയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചിന്തിക്കാനുള്ള വകതിരിവ് തനിക്ക് ഇല്ലെങ്കിൽ തന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
അപ്പോൾ ഞാൻ എന്താണെന്നും ഈ പറയുന്ന വ്യക്തി എന്താണെന്നും സമൂഹത്തിന് നന്നായിട്ട് അറിയാം. അതിനെ വിശേഷിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. വകതിരിവില്ലാത്ത അവന്മാരോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തി, ഈ വന്ന് കമൻ്റ് ഇടുന്ന വ്യക്തി എല്ലാം തികഞ്ഞ വ്യക്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ണീ കണ്ട സ്ത്രീകളെക്കുറിച്ച് ഇത്രയേറെ ഉത്തരവാദിത്വവും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഉത്കണ്ഠയും ഒക്കെയുള്ള താങ്കളുടെ വീട്ടിൽ താങ്കളുടെ കിടപ്പുമുറിയിലുള്ള ഭാര്യ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നോ എന്നുകൂടി ഒന്ന് നോക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് യാതൊരു വിധ വേർതിരിവുമില്ലാതെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ വീഡിയോ ചെയ്യുന്നവരെ പറ്റിയിട്ട് പിന്നീട് വന്നിരുന്ന് വിമർശിക്കാം. അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇത് കൂടുതലായിട്ടൊന്നുമില്ല. ഈ ഒരു മറുപടി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ മറുപടി വീഡിയോയിലൂടെ തരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും മാന്യമായ രീതിയിൽ തരുന്നത്. കമൻറ്റ് ബോക്സിൽ ഇതിനുള്ള മറുപടി നല്ല രീതിയിൽ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കുമ്പോൾ അത് ആ കമൻറ്റ് നോക്കുന്ന ആളുകൾ മാത്രമേ കാണുള്ളൂ. പക്ഷേ വീഡിയോയിലൂടെ വന്നിട്ട് നമ്മൾ പോഴത്തം വിളിച്ച് പറയുമ്പോഴത്തേക്ക് അത് കേൾക്കുന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളോട് ആരാണ് ഇങ്ങോട്ട് വന്ന് ചൊറിയുന്നത്, അവർക്കുള്ള മറുപടി നമ്മൾ അവർക്ക് കൊടുക്കുന്നതല്ലേ നല്ലത്. അതിൻ്റെ ആ ഒരു മറുപടിയുടെ പാപഭാരം എല്ലാവരും കൂടി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.